ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. വോട്ട് ചോരി വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം നടന്നു. വിവരങ്ങളുമായി ഇപ്പോൾ സി ജോസഫ് ചേരുകയാണ്. സിബി, ഇപ്പോൾ തന്നെ രാജ്യത്തെ ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്, ഇലക്ഷൻ കമ്മീഷണർ സംസാരിച്ചത് മോദിയുടെ ഭാഷയിലാണ്, രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുന്ന ഭാഷയിലാണ് പ്രതിപക്ഷ നേതാക്കളെ അടക്കം ഇലക്ഷൻ കമ്മീഷണർ പരാമർശിക്കുകയും ചെയ്തത്. ഇന്നലെ ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റിന് ശ്രമം ആരംഭിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷ പ്രതിഷേധം, ഇന്ത്യ സഖ്യത്തിന്റെ എംപിമാരുടെ പ്രതിഷേധം നടക്കുകയും ചെയ്തത്. എന്താണ് ഇലക്ഷൻ കമ്മീഷണർക്കുള്ള പ്രതിഷേധം, എങ്ങനെയാണ് കടുക്കുന്നത്? ഇപ്പോൾ പാർലമെന്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് നൽകാൻ ഉള്ളത്. വോട്ട് ചോരി വിഷയത്തിൽ പാർലമെന്റ് കവാടത്തിൽ ഇന്നും പ്രതിപക്ഷ എംപിമാരുടെ പ്രതിഷേധം നടന്നു. വോട്ട് കൊള്ള അവസാനിപ്പിക്കുക എന്ന് പ്ലക്കാർഡ് ഉയർത്തി ആണ് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് കവാടത്തിന് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തത്. വിവരങ്ങളുമായി ഇപ്പോൾ സി ജോസഫ് ചേരുകയാണ്. സിബി, ഇലക്ഷൻ കമ്മീഷണർ സംസാരിക്കുന്നത് മോദിയുടെ ഭാഷയിലാണ്. അക്കാര്യം തന്നെയാണ് ഇന്നലെ ഇന്ത്യ സഖ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത്. ഒപ്പം തന്നെ ഇംപീച്ച്മെന്റ് നടപടികൾക്കും തുടക്കം കുറിക്കുകയും ചെയ്തത്. എന്നാണ് ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവം പാർലമെന്റിനകത്തും പുറത്തും? ഈ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ എല്ലാ ദിവസവും, അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 21 മുതൽ എല്ലാ ദിവസവും ഈ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്നുണ്ട്. അതിന് സമാനമായി പതിവ് പോലെ ഇന്നും പാർലമെന്റ് മുന്നിൽ ഈ SIR ആവശ്യപ്പെട്ടുകൊണ്ടും കൂടാതെ വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം ഇന്നും പാർലമെന്റ് പുറത്ത് ആരംഭിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ലോക്സഭയിൽ ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ വലിയ ബഹളം ലോക്സഭയിൽ നടക്കുന്നുണ്ട്. അപ്പോഴും ചോദ്യോത്തര വേളയിൽ കിടക്കാനാണ് ഇപ്പോൾ സ്പീക്കർ എന്ന തീരുമാനം. പക്ഷേ ലോക്സഭ വലിയ പ്രക്ഷുബ്ധമാണ്. തുടങ്ങുമ്പോൾ തന്നെ വലിയ രീതിയിൽ വോട്ട് ചോരി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ലോക്സഭയിൽ പ്രതിപക്ഷ ഒന്നടങ്കം നടുത്തരത്തിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. രാജ്യസഭയിലും ഇപ്പോൾ സമാനമായ സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ഈ പാർലമെന്റ് സമ്മേളനം ഒരു മാസം പിന്നിടുമ്പോൾ ഇനി നാളെ 21-ാം തീയതി വരെ 22 ദിവസം കൂടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് നോക്കുമ്പോൾ 2 ദിവസം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 ദിവസം നടന്ന ഒരു ചർച്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഈ SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം ഉണ്ടാകുകയും സഭ ഉച്ചയ്ക്ക് ശേഷം പിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ സാഹചര്യം തന്നെയാവും ഇന്നും ഉണ്ടാകുക. ഇന്നിപ്പോൾ ലോക്സഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. രാജ്യസഭയിൽ ഇപ്പോൾ ചോദ്യത്തിന് വെളിയിലേക്ക് കടക്കുകയാണ്. ലോക്സഭയിൽ എന്തായാലും അല്പസമയത്തോടെ തന്നെ പിരിയാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെയും ലോക്സഭയും രാജ്യസഭയും നിരവധി തവണ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സമാനമായ ആ ഒരു സാഹചര്യം തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ നമുക്ക് ഇരു സഭകളിലും കാണാൻ കഴിയുന്നത്. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ SIR-ഉം കൂടാതെ വോട്ട് ചോരി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇന്നും പാർലമെന്റ് കവാടത്തിന് മുന്നിൽ ഉണ്ടായത്. എന്തായാലും ഈ തവണത്തെ മൺസൂൺ സമ്മേളനം പൂർണ്ണമായും ഈ വോട്ട് ചോരി ആരോപണത്തിലും അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലും ബഹളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഇതുവരെയും കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വോട്ടവകാശം എന്ന് പറയുന്നത്. ആ വിഷയത്തിൽ ഒരു ആശങ്ക ദൂരീകരിക്കാനോ ആ വിഷയം ചർച്ച ചെയ്യാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളത് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യാതെ സഭാ നടപടിയുമായി സഹകരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. സ്വാഭാവികമായും അതുകൊണ്ട് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഇന്നിപ്പോൾ രാവിലെ ലോക്സഭ വളരെ വലിയ ബഹളത്തിൽ മുങ്ങി കഴിഞ്ഞു. രാജ്യസഭയിൽ ചോദ്യോത്തര വേളയിൽ കഴിഞ്ഞാൽ അടിയന്തര പ്രമേയ നോട്ടീസ് എടുക്കും. ആ നോട്ടീസിൽ അനുമതി നിഷേധിക്കുന്നതോടെ അവിടെയും രാജ്യസഭയിൽ ബഹളമുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെ ഇന്നും ഈ SIR വിഷയത്തിൽ ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ലോക്സഭയിലും അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ നോട്ടീസ് നൽകുമ്പോഴും അത് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെയും ഇന്ത്യ സഖ്യം ദില്ലിയിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ BJP-യുടെ നാവായി പെരുമാറുകയാണെന്ന് ആരോപിച്ചുകൊണ്ട് ശക്തമായ രംഗത്തെത്തുകയും വരും ദിവസങ്ങളിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉണ്ടാകും. ഏതായാലും ഇപ്പോൾ പാർലമെന്റ് നടപടികൾ തുടങ്ങി. ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം തന്നെ ഉയരുകയാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ശേഷം ഇതുവരെയും സഭ സമ്മേളിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ഷൻ കമ്മീഷനെ അടക്കം ചട്ടുകമാക്കുന്ന, ഇലക്ഷൻ കമ്മീഷനെ അടക്കം ദുരുപയോഗം ചെയ്യുന്ന നടപടികൾക്കെതിരെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലടക്കം വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും സംഘടിപ്പിച്ചു. ഇപ്പോൾ പാർലമെന്റ് നടപടികൾ തത്സമയം. प्रणाली तैयार किया गया है। कंठस्थ एक स्मृति आधारित अनुवाद प्रणाली है जिसमें 5 करोड़ से अधिक वाक्य शामिल हैं।
या प्रतिदिन 15 से 20 हजार नोटिंग का अनुवाद करती है महोदय। लीला हिंदी प्रभा ऐप मोबाइल बनाया गया है जो 14 भारतीय भाषाओं के उपयोगकर्ताओं को हिंदी सिखाने का सहज और निःशुल्क माध्यम है। महोदय ई सरल हिंदी वाक्य कोश बनाया गया है जिसमें अब तक 6 लाख शब्द एवं 14,000 से अधिक वाक्य शामिल किए जा चुके हैं। महोदय, राजभाषा हिंदी को राष्ट्रीय स्तर पर बढ़ावा देने के लिए ഏതായാലും സിബി ഇപ്പോഴും ഇന്നും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യം തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് ഉത്തരവാദി കേന്ദ്ര സർക്കാർ തന്നെയാണ്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ചർച്ച ചെയ്യില്ല എന്ന കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് അത് തന്നെയാണ് ആദ്യം മുതൽ പ്രതിഷേധത്തിനിടയാക്കിയത്. അതിന് പിന്നാലെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം വരുന്നത്. ഇലക്ഷൻ കമ്മീഷനെ ഇംപീച്ച് ചെയ്യാൻ പ്രതിപക്ഷം നീക്കം ആരംഭിച്ചു. ഇപ്പോൾ ഏതായാലും ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഇത്തരത്തിൽ പോകാനിടയാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നടപടി തന്നെയാണ്. ജനാധിപത്യത്തിന് പുല്ലുവില കൽപ്പിക്കാത്ത മോദി സർക്കാരിന്റെ നടപടികൾക്കെതിരെയാണ് പാർലമെന്റിനകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. എന്താണ് ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം സിബി? സിജു, ഇപ്പോൾ രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിൽ ഈ വോട്ട് ചോദ്യ വിഷയത്തിലും ഇന്ന് പ്രതിപക്ഷം നിരവധി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും അത് സഭാ ഉപാധ്യക്ഷനായ ശ്രീ ഹരിവംശ് അദ്ദേഹം അത് അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് രാജ്യസഭയിൽ പ്രതിപക്ഷം നടത്തിറങ്ങി പ്രതിഷേധിച്ചു. പിന്നീട് ഇപ്പോൾ രാജ്യസഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. ലോക്സഭ അതേസമയം തന്നെ ലോക്സഭ തുടരുമ്പോഴും ലോക്സഭയിൽ ശക്തമായ ബഹളം ഇപ്പോഴും തുടരുകയാണെങ്കിൽ ലോക്സഭയും അല്പസമയത്തകം തന്നെ പിരിയാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ സമാനമായ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിരിക്കുന്നു. രാജ്യസഭ ഇപ്പോൾ 2 മണിവരെ പിരിഞ്ഞിരിക്കുന്നു. ലോക്സഭയിൽ ഇപ്പോഴും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോൾ ഈ ഏതായാലും പാർലമെന്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പാർലമെന്റിന്റെ ഇരുസഭകളിലും അരങ്ങേറി. രാജ്യസഭ 2 മണിവരെ നിർത്തിവെച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്.